ടോസ് അക്കാഡമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ടോസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ കറണ്ട് അഫയേഴ്സും അതുപോലെ യൂണിറ്റ് 4, 5, 6 കുറച്ച് ഇമ്പോർട്ടൻ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അടങ്ങുന്ന രീതിയിൽ എല്ലാ തവണയും ടോസ് അക്കാഡമി ഫൈനൽ ഡേ ബിഫോർ എക്സാമിൽ അപ്ലോഡ് ചെയ്യുന്ന റാപ്പിഡ് ഫയർ വീഡിയോ ക്ലാസ് ജനറൽ പേപ്പറിൻ്റേതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. 2025 ഫെബ്രുവരി 2 സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ആദ്യത്തെ സെഷനിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് കൊടുക്കുന്നത്. 2 ദിവസം മുമ്പ് നമ്മൾ ആഡ് ചെയ്ത GK ജനറൽ മാത്സ് റാപ്പിഡ് ഫയർ സെഷനിൽ ആ ക്ലാസ്സിൽ തിരിക്കുന്ന സാറ് കുറച്ച് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എക്സ്പെക്റ്റഡ് ഏരിയാസ് പറഞ്ഞിരുന്നു. അതിലും എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഹോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കൂടുതലും 2024 ജൂൺ തൊട്ട് ഡിസംബർ മാസം വരെയുള്ള എക്സാംസ് ക്വസ്റ്റ്യൻസ് ആണ്, കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ അതാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മോസ്റ്റ് എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 2024 ജനുവരി ടു 2024 ജൂണിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഫൈനൽ റാപ്പിഡ് ഡിവിഷനിൽ ആഡ് ചെയ്തിരുന്നു. അത് നിങ്ങളൊന്ന് കാണുക. ആ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിരിക്കാം. കാരണം ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടാലും ലിങ്ക് ഓപ്പൺ ആകില്ല. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ആ വീഡിയോ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മളതൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹു റീസെൻ്റ്ലി ബിക്കം ദ യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഇൻ ഹിസ്റ്ററി? അതായത് ഏറ്റവും ചെറിയ പ്രായത്തിൽ, തൻ്റെ 18ാമത്തെ വയസ്സിൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് ഒരു ലോക റെക്കോർഡ് ഇട്ട വ്യക്തിയെ പറ്റിയാണ് ചോദ്യം. ഡി ഗുഗേഷ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ് എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു റീസെൻ്റ്ലി ബിക്കം ദ യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഇൻ ഹിസ്റ്ററി? ഡി ഗുഗേഷ്. എൻ്റെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന, വേറെ നിർവാഹമില്ല, ക്ലാസ് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, സൗണ്ട് ഇഷ്യൂ ഇൽനെസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മസ്റ്റ് സ്റ്റഡിയാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഈ മെയിൻ ടൈറ്റിൽസിൻ്റെ ഹെഡ്സിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. RBI ഗവർണർ, അതുപോലെ തന്നെ ISROയുടെ ചെയർമാൻ, ഇന്ത്യൻ നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് ആരാണ്, UPSC ചെയർമാൻ ആരാണ്, CBIയുടെ ഡയറക്ടർ ആരാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്കറിയാം ഇപ്പോഴത്തെ സെറ്റ് എക്സാമിൽ പണ്ടത്തെ പോലെ ഡയറക്റ്റ് അവാർഡ്സ്, ഓണേഴ്സ് അങ്ങനെ ചോദിക്കാണ്ട് കുറച്ചും കൂടെയൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ന്യൂ ഡയറക്ടർ ഓഫ് CBI പ്രവീൺ സൂദാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ന്യൂ ചെയർമാൻ ഓഫ് UPSC പ്രീതി സൂദനാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI അവിരാൽ ജെയിൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കറണ്ട് RBI ഗവർണറിൻ്റെ പേര് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ISROയുടെ കറണ്ട് ചെയർമാൻ പഠിച്ചു വെക്കണം. ചിലപ്പം കറണ്ട് ചെയർമാൻ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ അതിന് മുമ്പുള്ളതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അടുപ്പിച്ചുള്ളൊരു 2 എണ്ണം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ UN സെക്രട്ടറി, യുണൈറ്റഡ് നേഷൻസിൻ്റെ നിലവിലുള്ള സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമ്മളുടെ ന്യൂസ് പേപ്പറുകളിൽ സ്ഥാനം നേടിയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കാം. ഒമർ അബ്ദുള്ളയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചെയർപേഴ്സൺ ഓഫ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മധാബി പൂരി ബഞ്ച്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യനിൽ കടന്നു വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഒളിമ്പിക്സ്. 2024 നടത്തപ്പെട്ട പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്ന മോട്ടോയുമായി ഫ്രാൻസിലെ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടത്തപ്പെടുകയുണ്ടായത്. ഈ ഒളിമ്പിക്സിൽ
ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഏത് രാജ്യം എന്നൊരു ചോദ്യം വരാം. USA ആണ് ആൻസർ വരുന്നത്. ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയതാണെന്നുണ്ടെങ്കിൽ ചൈനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഹോട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 71 ആണ്. ഓക്കെ, അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പെർഫോമൻസ് എടുത്തു ചോദിച്ചേക്കാം ചിലപ്പോൾ. ടോട്ടൽ 6 മെഡലാണ്. ഒരു സിൽവർ മെഡലും 5 ബ്രോൺസ് മെഡലുമാണ് നേടിയിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ബ്രോൺസ് മെഡൽ നേടുകയാണ് ഉണ്ടായത്. മറ്റ് പ്രധാന വ്യക്തികൾ നീരജ് ചോപ്ര, മനു ബേക്കർ, അമാൻ ഷെരാവത്ത് എന്നിവരാണ്. ഇവർക്ക് എന്തൊക്കെ മെഡൽ ഏതൊക്കെ ഇനങ്ങളിലാണ് കിട്ടിയതെന്ന് ചോദിക്കും. നീരജ് ചോപ്രയ്ക്ക് സിൽവർ മെഡലാണ്. ജാവലിൻ ത്രോ ആണ് ഇവന്റ്. അതുപോലെ തന്നെ മനു ബേക്കർ 2 ബ്രോൺസ് മെഡലാണ് കിട്ടിയത് ഷൂട്ടിങ്ങിനാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൽ തന്നെ എത്ര മീറ്ററിലാണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അമൻ ഷെരാവത്തിന് ബ്രോൺസ് മെഡലാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നിങ്ങൾക്കൊരു ടാസ്ക് തരുകയാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തി കമൻറ്റ് ചെയ്യണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് വിൽ മേക്ക് ഇറ്റ്സ് ഒളിമ്പിക് ഡെബ്യൂട്ട് അറ്റ് 2024 പാരീസ് ഒളിമ്പിക്സ്? അതായത് ആദ്യമായിട്ട് ഒളിമ്പിക്സിലേക്ക് വന്ന ഒരു ഇനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് 2024 പാരീസ് ഒളിമ്പിക്സിലാണ്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ സർഫിംഗ്, ഓപ്ഷൻ ബി സ്കേറ്റ് ബോർഡിംഗ്, ഓപ്ഷൻ സി സ്പോർട്ട് ക്ലൈംബിംഗ്, ഓപ്ഷൻ ഡി ബ്രേക്ക് ഡാൻസിങ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരുന്നത് നിങ്ങൾക്കും പഠിക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു കാര്യമാണ്. 2025 അടുത്ത സെറ്റ് എക്സാം ജൂലൈയിലാണ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ജൂലൈയിലായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആദ്യ 6 മന്ത് ലോങ് ടൈം ബാച്ചിൻ്റെ അഡ്മിഷൻ ടോസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ബാച്ചിനെ വിളിക്കുന്നത് ഫസ്റ്റ് കൗണ്ട് ഡൗൺ ബാച്ച് ഓഫ് സെറ്റ് ബിഫോർ HSST എന്നാണ്. നിങ്ങൾക്കറിയാം LP-UP വന്നുപോയി, HSA വന്നുപോയി, അടുത്തത് HSST ആണ്. ആ ഒരു ഓർഡറിലാണ് PSC എക്സാം വിളിക്കുന്നത്. ആദ്യം LP-UP, HSA വന്നൊരു 1 ഇയർ അതിനുള്ളിൽ അടുത്ത HSST വിളിക്കും. അപ്പോൾ ടോസ് അക്കാഡമിയിൽ ഒരുപാട് HSSTയുടെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അഡ്വൈസ് മെമ്മോ വന്നു, അപ്പോയിൻമെൻ്റ് ആയി, അതായത് ലിസ്റ്റൊക്കെ എടുത്ത് തുടങ്ങി. തന്നെയല്ല HSSTയുടെ നിലവിലുള്ള ലിസ്റ്റിലെ വാലിഡിറ്റി ഒക്കെ തീർന്ന വർഷങ്ങൾ അടുത്ത് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത HSST ഇനി ഒരു 1-1.5 വർഷത്തിനുള്ളിൽ, 1-1.5 വർഷം എന്ന് പറയുമ്പം ഒരു വർഷത്തിൽ 2 സെറ്റ് എക്സാമേ ഉള്ളൂ. 2025 ആദ്യത്തെ സെറ്റ് എക്സാം കഴിഞ്ഞു പോയി. ഇനി ഈ വർഷം ഒറ്റ സെറ്റ് എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മാക്സിമം ഒരു 2 സെറ്റ് എക്സാമും കൂടെ ചിലപ്പോൾ കിട്ടിയേക്കും, ചിലപ്പോൾ 1. അപ്പം ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ ടോട്ടൽ ഒരു 3 സെറ്റ് എക്സാംസ് മാക്സിമം HSSTക്ക് മുമ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പോൾ 3 അല്ലെങ്കിൽ 2. അപ്പോൾ ഇത് ഫസ്റ്റ് കൗണ്ട് ഡൗൺ ബാച്ചാണ്. നിങ്ങൾ ഈ പരീക്ഷ ഒന്നും പാസ്സാകാതെ ഏതെങ്കിലും PSCയുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അയ്യോ കിട്ടിയില്ല, ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ, സെറ്റ് ഇത്തവണ പാസ്സായ അടുത്ത തവണ HSST കിട്ടുമോ, ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് നടക്കാണ്ട് ഇതുള്ള നേരത്തെ അങ്ങ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസിനെല്ലാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് പോലൊരു എക്സാം എന്ന് പറയുന്നത് വളരെ ടഫാണ് പാസ്സാവാൻ, പക്ഷെ മനസ്സ് വെച്ചാൽ പാസ്സാവുകയും ചെയ്യാം. അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു പരിശീലനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാസ്സാകാനായിട്ട് പറ്റും. ടോസ് അക്കാഡമിയെ പറ്റി നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നവരാകാം, ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാം. ഇനിയും മടിച്ചു നിൽക്കണ്ട, നിങ്ങൾക്ക് ടോസ് അക്കാഡമിയിലേക്ക് കടന്നു വരാം. ഒരുപാട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന റിവ്യൂസും ഈ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന റിവ്യൂസും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലൊന്ന് അരിച്ചു പറിക്കുക. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വിശ്വസിച്ച് ജോയിൻ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പാസ്സാക്കി എടുത്തിരിക്കും എങ്ങനെയെങ്കിലും. അതിൻ്റെ ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോ, മോട്ടിവേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ് തന്നും നോട്ട് തന്നും എന്തൊക്കെ തരാമോ അതെല്ലാം തന്ന് നമ്മൾ പാസ്സാക്കി എടുക്കും. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ പരീക്ഷ കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തവണ എക്സാം എഴുതാത്തവർക്ക് കോൺടാക്ട് ചെയ്യാം.
എങ്ങനെയാണെങ്കിലും കൗണ്ട് ഡൗൺ ബാച്ച് ആണ്, സീരിയസ് ആയിട്ട് പറയണം, നമ്മൾ വെറുതെ പറയില്ല. നിങ്ങൾക്കറിയാം ടോസ് അക്കാഡമി ചുമ്മാ ഇന്ന ദിവസം ഒരു എക്സാം വരുമെന്ന് പറയുമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ 2-3 എക്സാമിന് മുമ്പ് ഈ HST വന്നിരിക്കും. അപ്പോൾ വേണ്ടവർക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കടന്നു വരാം. വളരെ സ്നേഹത്തോടെയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചെത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം നമുക്ക് എന്തോരമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ മാസത്തെയും ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ്, പിന്നെ റീസെൻറ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് അനദർ കറണ്ട് അഫയേഴ്സ്. Gupteshwar forest of which state has been declared as the biodiversity heritage site? നമുക്ക് നാഷണൽ പാർക്കുകൾ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റീസെന്റ് ന്യൂസുകളിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. ആൻസർ വരുന്നത് ഒഡീഷയാണ്. നെക്സ്റ്റ് വൺ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ 2024 മിഥുൻ ചക്രവർത്തിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ന്യൂ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി കെ കൈലാസ്നാഥനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാന ഫെസ്റ്റിവൽസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫെസ്റ്റിവൽസ് മാത്രമല്ല, ഡേയ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, തീംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഏഷ്യാസ് ലാർജസ്റ്റ് ഓപ്പൺ എയർ ട്രേഡ് ഫെയർ ബാലി ജത്ര ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഒഡീഷയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമുക്ക് മഹാകുംഭമേള 2024 നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരാം. 2024-25 നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്, എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്, അതിന് ഇമ്പോർട്ടൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം എക്സാമിന് മുമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ആൻഡ് വോൺ ദ ഖോ വേൾഡ് കപ്പ് 2025? ഇന്ത്യയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇന്ത്യയാണ് 2025 ഖോ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തതും ഒന്നാം സ്ഥാനത്ത് വരികയും ഉണ്ടായത്. അടുത്തത് പെൻ പിൻഡർ പ്രൈസ്. ഇങ്ങനെയുള്ള നമ്മൾ മെയിനായിട്ട് ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ്, ഓസ്കാർ ഇതൊക്കെ ഉറപ്പായിട്ടും പഠിക്കാറുണ്ട്. ഞാൻ ആദ്യമേ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്ന ലാസ്റ്റ് ഇയറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറേ പ്രൈസുകളെ പറ്റി പറയുന്നുണ്ട് 2024. ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. അപ്പോൾ ഇത് പെൻ പ്രിന്റർ പ്രൈസ് ആണ്. പെൻ പ്രിന്റർ പ്രൈസിന്റെ ഫുൾ ഫോം തന്നെ പോയറ്റ്, പ്ലേ റൈറ്റർ, എഡിറ്റേഴ്സ്, എസ്സേ റൈറ്റേഴ്സ്, നോവലേഴ്സ് ഇവർക്കൊക്കെ കൊടുക്കുന്ന പ്രൈസാണ് പെൻ പ്രിന്റർ പ്രൈസ്. നമ്മൾ പറയുന്ന ഓസ്കാർ, നോബൽ പ്രൈസ് ഒക്കെ പോലെ തന്നെ സാഹിത്യ മേഖലയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൈസാണ് പെൻ പ്രിന്റർ പ്രൈസ്. 2024 കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. അരുന്ധതി റോയ് മാത്രമല്ല, അവര് ഒരു ബ്രിട്ടീഷ് ഈജിപ്ഷ്യൻ റൈറ്ററായിട്ട് കൂടി ഇത് ഷെയർ ചെയ്യുകയുണ്ടായി. അലാ അബ്ദൽ ഫറ്റ എന്ന് പറയുന്ന ഒരു റൈറ്റർക്ക് കൂടി ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ അരുന്ധതി റോയ് ആണ് എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹു അപ്പോയിന്റഡ് ആസ് ദ ന്യൂ CAG ഓഫ് ഇന്ത്യ? കെ സഞ്ജയ് മൂർത്തിയാണ് റൈറ്റ് ആൻസർ. അടുത്തത്, ഹു വോൺ ദ ബുക്കർ പ്രൈസ് 2024? ഈ ബുക്കർ പ്രൈസ് മാൻ ബുക്കർ പ്രൈസും ഉണ്ട്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഉണ്ട്. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്ക് കിട്ടി എന്നുള്ള കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ലാസ്റ്റ് ടൈം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈറോസ് എന്ന് പറയുന്ന കൃതിക്ക് ജെന്നി എർപെൻപെക്കിനാണ് ആ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാൻ ബുക്കർ പ്രൈസിനെ പറ്റിയാണ്. ഹു വോൺ ദ മാൻ ബുക്കർ പ്രൈസ്? അങ്ങനെ എടുത്ത് ചോദിക്കില്ല. ബുക്കർ പ്രൈസ് 2024 എന്നാണ്. സമന്ത ഹാർവേക്ക് ഓർബിറ്റൽ എന്ന് പറയുന്ന അവരുടെ ഒരു എഴുത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. അപ്പോൾ ജെന്നി എർപെൻബെക്കിന് കിട്ടിയത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ഇത് മാൻ ബുക്കർ പ്രൈസുമാണ്. ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഓർബിറ്റൽ വേണം ഓർക്കാനായിട്ട്. സാമന്ത ഹാർവെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കിത് ഓർത്തിരിക്കാൻ ഞാൻ ഒരു ക്ലൂ പറയാം.
ബുക്കർ പ്രൈസ് കിട്ടിയത്, ബുക്കർ പ്രൈസിനെ പറ്റി പറയുമ്പോൾ, മാൻ ബുക്കർ പ്രൈസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർബിറ്റ് എന്ന് പറയുന്ന നമ്മളെ സ്വീറ്റ് നിങ്ങൾക്കറിയാം അല്ലേ, മൗത്ത് ഫ്രഷനർ പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരസ്യം ഓർക്കുക. അതിൻ്റെ പരസ്യത്തിൽ നമ്മുടെ ഫേമസ് ആക്ട്രസ് സാമന്ത അഭിനയിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഓർബിറ്റിൻ്റെ പരസ്യം സാമന്ത അഭിനയിച്ചിരിക്കുന്നു. ദെൻ മാൻ ബുക്കർ പ്രൈസ്, അങ്ങനെ നിങ്ങൾ സാമന്തയുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതൊരു ഒത്തിരി നിങ്ങൾക്ക് പഠിക്കേണ്ട വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ ഓർമ്മ വെക്കാൻ ഒരു ഹിൻ്റാണ് ഞാൻ തന്നത്. അടുത്തത്, ഹു വോൺ ദ ICC വിമൻ T20 വേൾഡ് കപ്പ് 2024? ന്യൂസിലൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ ഇത്തവണത്തെ സന്തോഷ് ട്രോഫി കിട്ടിയത് ആർക്ക്, രഞ്ജി ട്രോഫി കിട്ടിയത് ആർക്ക്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. നമ്മളിത് ടോസ് അക്കാഡമിയുടെ പെയ്ഡ് കോച്ചിങ്ങിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പെയ്ഡ് കോച്ചിങ് എടുക്കാത്തവർ സെൽഫായിട്ട് റെഫർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് വേണം എക്സാം ഹാളിൽ കയറാനായിട്ട്. ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് ഒട്ടും ഫോർമൽ ആയിട്ടല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ക്ലാസ് എടുക്കുമ്പോൾ സൗണ്ടിനും ഒക്കെ നല്ല കഫൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വല്ലാത്ത സിറ്റുവേഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കമൻറ്റ് ചെയ്യാൻ 2 ക്വസ്റ്റ്യൻ കൂടെ തരികയാണ്. ഒന്നാമത്തേത്, ഹു സെറ്റ് എ റെക്കോർഡ് ബൈ റെപ്രസെൻറ്റിംഗ് ഹെർ 7th കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റ് ഓൺ July 23, 2024? അതായത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ള നിലയ്ക്ക് 7ാമത്തെ തൻ്റെ ബഡ്ജറ്റ് പ്രസൻറ്റേഷനിലൂടെ റെക്കോർഡ് നേടിയ വ്യക്തി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി അരുൺ ജെയ്റ്റ്ലി, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി മൊറാർജി ദേശായി. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൻമോഹൻ സിംഗിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പറയാം, ഈ 2024 എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് വിടവാങ്ങിയ വർഷമാണ് 24ഉം 25ന്റെ തുടക്കമൊക്കെ. അപ്പോൾ നമ്മളുടെ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പക്ഷേ 2000 അതിന് മുമ്പേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുമെങ്കിലും നമ്മളെ വിട്ടുപോയ മൻമോഹൻ സിംഗ്, അതുപോലെ തന്നെ MT വാസുദേവൻ നായർ, പിന്നെ രത്തൻ ടാറ്റ, ഇങ്ങനെയുള്ളവരെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കൂടി നോക്കി വെക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക. മറ്റൊന്ന്, വേർ ഈസ് ദ സേല ടണൽ ലൊക്കേറ്റഡ്? സേല ടണൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബൈ ലൈൻ ടണലാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. അപ്പോൾ ഇതുപോലെ ടണലുകൾ, കടൽപ്പാലങ്ങൾ, അണ്ടർ മെട്രോ, അണ്ടർ സബ്മറൈൻ മെട്രോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ കഴിഞ്ഞ സീസണിൽ നമ്മൾ ആഡ് ചെയ്ത ആ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതും ഒന്ന് നോക്കണം. ചിലപ്പോൾ ഇത്തവണയായിരിക്കും അത് ചോദിക്കുന്നത്, കാരണം അതിൽ പറയുന്നതും 2024 കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ട് പഠിക്കണം. നിങ്ങളിതിൽ മടി വിചാരിക്കരുത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ബ്രെയിനിൽ അത് മാപ്പ് ആവാൻ വേണ്ടിയിട്ട്, അത് എന്താണ് ബ്രെയിനിൽ അത് പ്രിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനത് കമൻറ്റ് ഇടാനായിട്ട് പറയുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോബൽ പ്രൈസുകളെ പറ്റിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ് ആൻഡ് എക്കണോമിക്സ് എന്നീ വിഭാഗങ്ങൾക്ക് 2024 ലഭിക്കുകയുണ്ടായ നോബൽ പ്രൈസുകളെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഫിസിക്സ് നമുക്ക് നോക്കാം. നമ്മളിത് പഠിക്കുന്നത് കോഡ് വെച്ചിട്ടാണ് കേട്ടോ, കാരണം ഒത്തിരി പ്രൈസുകൾ, അവാർഡ്സ് ഒക്കെ പഠിക്കുന്നത് കൊണ്ട് അത് മാറിപ്പോകാണ്ടിരിക്കാൻ നമ്മൾ നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ ഒരു കോഡ്, ചെറിയൊരു കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡാണ്. ഇതിന് നല്ല കോഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഫിസിക്സിൻ്റെ നോബൽ പുരസ്കാരം ജോൺ ഹോപ്ഫീൽഡിനും കനേഡിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോഫ്രി ഹിൻഡനുമാണ് കിട്ടിയിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇതാണ്: മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അതായത് AI, നിർമ്മിത ബുദ്ധി വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മെഷീൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. നമുക്കിതൊരു ചെറിയ ഒരു കോഡുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. അപ്പോൾ മെഷീൻ ലേണിംഗ് അങ്ങ് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഫിസിക്സിൻ്റെ ഡിഗ്രിക്ക് ചേർന്നു, ഒരുപാട് പ്രതീക്ഷകൾ, ടൺ കണക്കിന് ഹോപ്പുമായിട്ട് മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്
ഫിസിക്സ് ഡിഗ്രിക്ക് ചേർന്ന ഒരാളെ പറ്റിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഫിസിക്സിലെ നോബൽ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേനും ഡിഗ്രി ഫിസിക്സ് എടുത്ത ഒരാളെ ഓർക്കുക. എന്തിനാണ് അയാൾ ഡിഗ്രി ഫിസിക്സ് എടുത്തത്? അയാൾക്ക് ടൺ കണക്കിന് ഹോപ്പ് ഉണ്ടായിരുന്നു. എന്ത് പഠിക്കാൻ? മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഷീൻ ലേണിംഗ് കോൺട്രിബ്യൂഷൻ കിട്ടി. ടൺ കണക്കിന് ഹോപ്പ് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ടണ്ണിൽ നിന്നും ജോഫ്രി ഹിൻഡൻ, ആ ഓപ്ഷനിൽ ടൺ എന്നൊരു വേർഡ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഹോപ്പ് എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേരിൽ ആ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്സ് ഡിഗ്രിക്ക് ചേർന്ന ആളെ നിങ്ങൾ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ ഓർക്കുക, ടൺ കണക്കിന് ഹോപ്പുമായിട്ട്. അപ്പോൾ ജോഫറി ഹിൻഡനെയും ജോൺ ഹോപ്ഫീൽഡിനെയും ഓർക്കാം. തീർച്ചയായിട്ടും ഇത്രയും വലിയ പേരാവുമ്പോൾ ഒരു ചെറിയ കോഡെങ്കിലും ഇല്ലാണ്ട് ഓർക്കാൻ പറ്റില്ല. ഇവരെന്തിനായിട്ട് ഫിസിക്സ് ഡിഗ്രിക്ക് ചേർന്നത്? മെഷീൻ ലേണിംഗ് പഠിക്കാനായിട്ട്. ഈ കോഡിന് വലിയ ഒരുപാട് ലോജിക്കൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ചെറിയൊരു കോഡാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഫിസിക്സിന്റെ നോബൽ പ്രൈസ് കണ്ടു കഴിഞ്ഞു. അടുത്തത് കെമിസ്ട്രിയാണ്. രസതന്ത്രത്തിന് ഇത്തവണ 3 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആൻഡ് സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ് ഈ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായത്. അപ്പോൾ കെമിസ്ട്രി ക്ലാസ് ആണ് നിങ്ങളിവിടെ ഓർക്കേണ്ടത്. കെമിസ്ട്രി ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉഴപ്പന്മാരുടെ ഒരു ക്ലാസ് കൂടി ഉള്ള ഒരു വിഭാഗമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ അവിടുത്തെ 2 ഉഴപ്പന്മാരാണ് ഡേവിഡും ഡെമിയും. അപ്പോൾ ഇത്തവണത്തെ നോബൽ പുരസ്കാരം നിങ്ങൾ ഓർക്കുമ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ക്ലാസ്സിലെ 2 ഉഴപ്പന്മാരെ ഓർക്കുക, ഡേവിഡും ഡെമിയും കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് മുങ്ങി ഒറ്റച്ചാട്ടത്തിൽ ഒരു ജമ്പ് ചെയ്തു. എന്തിനാണ് ജമ്പ് ചെയ്തത്? ബേക്കറിയിലോട്ടാണ്. ആ ബേക്കറിയിൽ കയറി അവർ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. ഇത് കമ്പ്യൂട്ടർ ടീച്ചർ കൈയോടെ പൊക്കി. ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോഡിൽ നിന്ന് നിങ്ങൾ ഓർക്കുക, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് മുങ്ങി ജമ്പ് ചെയ്ത ഡേവിഡും ഡെമിയും ബേക്കറിയിൽ കയറി പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നത് കമ്പ്യൂട്ടർ ടീച്ചർ പൊക്കി. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഡേവിഡും ഡെമിയും, ഡേവിഡ് എന്നുള്ള പേര്, ഡെമി എന്നുള്ള പേരും ബേക്കറി എന്നുള്ള പേരിൽ നിന്നും ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. അപ്പോൾ ചാടിയ ആ ഒരു കാര്യം ജമ്പ് എന്നുള്ളത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോൺ ജമ്പറിനെ കണക്ട് ചെയ്യാൻ പറ്റും കെമിസ്ട്രി ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ഓർക്കാം. എന്താണ്? കെമിസ്ട്രി ക്ലാസ്സിൽ നിന്നും ജമ്പ് ചെയ്ത ചാടി മുങ്ങിയ ഡേവിഡും ഡെമിയും ബേക്കറിയിൽ കയറി. അപ്പോൾ ഡേവിഡ് ബേക്കർ, ഡെമി, ജമ്പുണ്ട്. ഇനി അവർ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നത് കമ്പ്യൂട്ടർ ടീച്ചർ പൊക്കാണ് ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നോബൽ പ്രൈസിന്റെ ഓപ്ഷൻ കണ്ടു കഴിയുമ്പോൾ ആ പേരിൽ ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കുക. അപ്പോൾ നമ്മളുടെ കോഡ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്കും എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കെമിസ്ട്രി കണ്ടു, ഫിസിക്സ് കണ്ടു. ഇനി അടുത്തത് മെഡിസിനുമായി ബന്ധപ്പെട്ട നോബൽ പുരസ്കാരമാണ്. ഇത്തവണത്തെ മെഡിസിനുമായി ബന്ധപ്പെട്ട നോബൽ പുരസ്കാരം മൈക്രോ ആർഎൻഎയുടെ ഡിസ്കവറിയും ഈ മൈക്രോ ആർഎൻഎക്ക് ജീൻ റെഗുലേഷനിലുള്ള പങ്കിനെ പറ്റിയുള്ള പഠനത്തിനും
ഒക്കെ ഗവേഷണം നടത്തിയതിനാണ് കിട്ടുകയുണ്ടായത്. വിക്ടർ ആംബ്രോസിനും ഗ്രേ റുക്കുനുമാണ് ഈ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായത്. ഇത്തവണത്തെ നോബൽ പ്രൈസ് ഒത്തിരി പാടാണ് കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്യാനായിട്ട്, കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളൊക്കെയാണ്. അപ്പൊ നമുക്ക് മെഡിസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്തവണത്തെ നോബൽ പ്രൈസിൽ മെഡിസിൻ കണ്ടാൽ അപ്പോൾ വിക്സും അമൃതാഞ്ജനും ഓർക്കുക. വിക്സും അമൃതാഞ്ജനും വെച്ച് ഗാരി എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൗരി എന്നൊന്ന് മാറ്റിയെടുക്കാം. ഗൗരി ചെറിയ RNA-യിൽ പരീക്ഷണം നടത്തി. ഇപ്പൊ ഈ ഗൗരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഗൗരിയിൽ നിന്ന് നിങ്ങൾക്ക് ഗാരിയിലോട്ട് എത്താം. അവരൊരു ഗവേഷകയായിരുന്നു. അവരൊരു മരുന്ന് വെച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത്. മരുന്ന് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വിക്സും അമൃതാഞ്ജനുമാണ്. RNA-യിലാണ് പരീക്ഷണം നടത്തിയത്. RNA-യിൽ ചെറിയ പരീക്ഷണം നടത്തുകയാണ് ചെയ്തത്. മൈക്രോ ലെവലിലാണ് പരീക്ഷണം നടത്തിയത്. അപ്പൊ മൈക്രോ RNA. അപ്പൊ ഈ വിക്സും അമൃതാഞ്ജനും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിക്ടർ ആംബ്രോസ് എന്നുള്ള പേര് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം. വിക്സും അമൃതാഞ്ജനും. അപ്പൊ വിക്ടർ ആംബ്രോസിന് വേണം നിങ്ങൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ഒന്ന് ഒരു പ്രാസം പോലെ എടുക്കുക. അപ്പൊ വിക്സും അമൃതാഞ്ജനും, മെഡിസിൻ എന്ന് കാണുമ്പോൾ വിക്സും അമൃതാഞ്ജനും, ആ ഒരു പ്രാസം എടുക്കുക. പിന്നെ നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? ഗൗരിയെ ഓർക്കുക. ഗൗരി എന്നുള്ളത് നമുക്ക് ഗാരി എന്നും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗാരി ചെറിയ രീതിയിൽ RNA-യിൽ പരീക്ഷണം നടത്തി. അപ്പോൾ മൈക്രോ RNA എന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും. മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷണം ഓർക്കുക. മൈക്രോ RNA ചെറിയ പരീക്ഷണമാണ് നടത്തിയത്. വിക്സും അമൃതാഞ്ജനും, ആംബ്രോ. ആരാണ് പരീക്ഷണം നടത്തിയത്? ഗാരി. ആ ഒരു പേരിലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾക്ക് മെഡിസിന് തരാൻ പറ്റുന്ന ചെറിയൊരു ക്ലൂ എന്ന് പറയുന്നത്. അടുത്തത് ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ ഹാങ്കാങ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ലിറ്ററേച്ചറിന്റെ പുരസ്കാരം കിട്ടിയത്. പോയറ്റിക് പ്രോസ് ഓൺ ഹിസ്റ്റോറിക്കൽ ട്രോമാസ് ആൻഡ് ഹ്യൂമൻ ഫ്രഗൈലിറ്റി ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് ഓർക്കാനായിട്ട് ഒരു കോഡ് എന്ന് പറയുന്നത്, നമ്മളൊരു രാജാവിനെയാണ് ഇത്തവണത്തെ ലിറ്ററേച്ചർ കാണുമ്പോൾ, അല്ലെങ്കിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം കാണുമ്പോൾ ഒരു രാജാവിനെ നിങ്ങൾ ഓർക്കുക. അത് ആ രാജാവിന് ഒരു ശീലം ഉണ്ടായിരുന്നു. രാജാവിന് ചെറുപ്പകാലത്ത് ഒത്തിരി ട്രോമാസ് ഉള്ള രാജാവായിരുന്നു. അയാൾ ആ ട്രോമ മറക്കാൻ വേണ്ടിയിട്ട് ഹാൻസ് വെച്ച് നടന്ന കിങ് ട്രോമ മറന്ന് പാട്ടെഴുതി എന്നതാണ് നമ്മുടെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ സാഹിത്യ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ പാട്ടെഴുതുന്ന ഒരു രാജാവ്, കിങ്, പോയം എഴുതുന്ന ഒരു രാജാവ്. അപ്പോൾ പോയം റിലേറ്റഡ് ആയിട്ട് പോയറ്റിക് സംതിങ്ങിനാണ് ഇത്തവണ കോൺട്രിബ്യൂഷൻ ആയിട്ട് വന്നതെന്ന് ഓർക്കുക. ഒരു കിങ് ഉണ്ട്, കിങ്ങിന് കുറച്ച് ട്രോമാസ് ഉണ്ട്. അപ്പോൾ ട്രോമ, പോയറ്റ്, അത് കണക്ട് ചെയ്യാൻ പറ്റും. ഹാൻസ് വെച്ച് നടന്ന കിങ് ആണ് ഹാൻ കാങ് എന്നുള്ളതാണ് വരുന്നത്. നമുക്കത് കിങ് ആക്കി എടുക്കാം. ഹാൻസ് വെച്ച് നടന്ന കിങ് കാങ്, ട്രോമ മറന്ന് പാട്ടെഴുതി. ഹാൻസ് വെച്ച് നടന്ന കിങ് ട്രോമ മറന്ന് പാട്ടെഴുതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഹാൻകാങ് എന്ന് പറയുന്ന പേരും ട്രോമ, പോയട്രി എന്നുള്ള കാര്യവും ഇത് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടതാണെന്നും കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരമാണ് നോക്കുന്നത്. സമാധാനത്തിനുള്ള 2024 നോബൽ പുരസ്കാരം നിഹോൻ ഹിഡാൻക്യോയ്ക്കാണ് കിട്ടിയത്. ന്യൂക്ലിയർ വെപ്പൺസൊക്കെയുമായി ബന്ധപ്പെട്ട അതിനെതിരെ നടത്തിയ ചില ആക്ടിവിറ്റീസിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം, ആന്റി ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയതിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടുകയുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കോഡ് എന്ന് പറയുന്നത് ഹിഡൻ ന്യൂക്ലിയർ ബോംബ് ഫോർ പീസ് എന്നുള്ള ഒരൊറ്റ കോഡാണ്. ഹിഡൻ ന്യൂക്ലിയർ ബോംബ് ഫോർ പീസ്. ഹിഡൻ എന്നുള്ള, അതായത് മറച്ചു വെച്ചു അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു ന്യൂക്ലിയർ ബോംബ് എന്തിനു വേണ്ടി? സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഹിഡൻ എന്നുള്ളതിൽ നിന്നും ഹിഡാൻക്യോ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് എത്താം. ന്യൂക്ലിയർ ബോംബ് ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഫോർ പീസ്, സമാധാനത്തിന് നോബൽ പ്രൈസ്. ഈസിയാണ് അല്ലേ? ഇനി ഫൈനലി എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് കിട്ടിയത്. ഡാരൻ എയ്സ്മുഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവയ്ക്കാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നോബൽ പുരസ്കാരം കിട്ടുകയുണ്ടായത്.
ഇത് പ്രധാനമായിട്ടും സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും അത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും പഠനം നടത്തിയതിനാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഈ 3 പേരെയും തേടിയെത്തിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലുള്ള ചില ആൾക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ജോൺസൺ, റോബിൻസൺ എന്നിവർ ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര സമ്പത്തുള്ളവരാണ്. അവർക്ക് ഒത്തിരി സ്ഥാപനങ്ങളും ധാരാളം സ്ഥാപനങ്ങളും ഉണ്ട്. ജോൺസണും റോബിൻസണും ധാരാളം സ്ഥാപനങ്ങളും സ്വത്തും ഉണ്ട് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് ജോൺസൺ എന്നുള്ള പേര് കണക്ട് ചെയ്യാം, റോബിൻസൺ എന്നുള്ള പേര് കണക്ട് ചെയ്യാം. ധാരാളം എന്നുള്ളതിൽ നിന്നും ഡാരോൺ എന്നുള്ളത് കണക്ട് ചെയ്യാം. പിന്നെ സ്ഥാപനങ്ങളും സ്വത്തും ഉണ്ട്, സ്ഥാപനങ്ങളും ആ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വത്തുമുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് എക്കണോമിക്സിനുള്ള പുരസ്കാരമായിട്ടും കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്, എക്കണോമിക്സ് എന്നിവയ്ക്ക് ആർക്കൊക്കെ നോബൽ പുരസ്കാരം കിട്ടി എന്നത് നിങ്ങൾക്ക് ഈ ഒരു കോഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ കോഡ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഫിസിക്സിന് മെഷീൻ പഠിക്കാൻ ഡിഗ്രിക്ക് ടൺ കണക്കിന് ഹോപ്പുമായിട്ട് ഫിസിക്സ് ഡിഗ്രിക്ക് ചേർന്ന ആളെ ഓർക്കുക. കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് ജമ്പ് ചെയ്ത ഡേവിഡിനെയും ഡെമിസിനെ ഓർക്കുക. അവർ ബേക്കറിയിൽ കയറി പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നത് കമ്പ്യൂട്ടർ ടീച്ചർ പൊക്കിയ കാര്യം ഓർക്കുക. ഇനി മെഡിസിൻ, വിക്സും അമൃതാഞ്ജനും വെച്ചിട്ട് ആരാണ് ഗൗരി ചെറിയൊരു പരീക്ഷണം ആർണിയിൽ നടത്തിയ കാര്യം ഓർക്കുക. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ട്രോമയൊക്കെ വന്ന് പാട്ടും പാടി നടന്ന രാജാവിനെ ഓർക്കുക. ഹാൻഡ്സ് വെച്ച് നടന്നു എന്നുള്ള കാര്യം ഓർക്കുക. പീസ്, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹിഡൻ ന്യൂക്ലിയർ ബോംബ് ഫോർ പീസ് എന്നുള്ളത് ഓർക്കുക. ഫൈനലി സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ റിച്ച് ആയിട്ടുള്ള റോബിൻസണെയും ജോൺസണെയും അവർക്ക് ധാരാളം സ്ഥാപനങ്ങളും സ്വത്തും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കോഡിലൂടെ നിങ്ങൾക്ക് നോബൽ പുരസ്കാരം ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടി നോക്കാം. Which film has won the 2024 National Film Award, the Best Feature Film? ആട്ടം, മലയാളം ഫിലിമായിട്ടുള്ള ആട്ടമാണ് 2024 മികച്ച ഫീച്ചർ ഫിലിമായിട്ട് നാഷണൽ ഫിലിം അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2024 വിമൺ ഏഷ്യ കപ്പ് വിന്നേഴ്സ് ആരാണെന്നാണ് ചോദ്യം. ശ്രീലങ്കയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, റാംസാർ സൈറ്റുകളെ പറ്റിയൊക്കെ ചോദ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞു സ്ഫിയറുകളെ പറ്റിയും നാഷണൽ പാർക്കുകളെ പറ്റിയും യുനെസ്കോ സൈറ്റുകളെ പറ്റിയൊക്കെ ചോദിക്കാം. അതുപോലെ റാംസാർ സൈറ്റുകളെ പറ്റിയും ചോദിക്കാം. കരൈവേട്ടി ബേർഡ് സാങ്ച്വറി വിച്ച് വാസ് ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് റാംസാർ സൈറ്റ് റീസെന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാടു. ഇനി 58th ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് ഗുൽസർ ആൻഡ് ജഗദ്ഗുരു രാംഭദ്രാചാര്യയ്ക്കാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. ഫ്രഞ്ച് ഓപ്പൺ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒക്കെ ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2024 വിന്നർ കാർലോസ് അൽക്കാരാസ് ആണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരാസ് ആണ്. ഇപ്പൊ ഫ്രഞ്ച് ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ഒക്കെ പഠിക്കുമ്പോഴും മെന്ന് വിമണൊക്കെ തരംതിരിച്ച് പഠിക്കണം, ഏതും ചോദിക്കാം കേട്ടോ. ഇനി ഒരു റാപ്പിഡ് ഫയർ പോലെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2024 മിസ് യൂണിവേഴ്സ് വിക്ടോറിയ ജെയർ തേവിരിങ് ആണ്. 2024ലെയും 2023ലെയും ഇന്ദിരാഗാന്ധി പ്രൈസ് പഠിച്ചു വെക്കണം. 2024 എക്സ് ചിലി പ്രസിഡന്റ് ആയിട്ടുള്ള മിഷേൽ ബാച്ച്ലെറ്റിനാണ് കിട്ടിയത്. 2023 അലി അബു അവാദിനും ഡാനിയൽ ബാരൻബോയിമിനുമാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, 2024 സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫിലിപ്പ് നോയ്സിക്കാണ്. IAF വേൾഡ് സ്പേസ് അവാർഡ് എസ് സോമനാഥനാണ് കിട്ടിയിരിക്കുന്നത് ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്. ഇനി ഈ ഇൻഡെക്സുകളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അതിൽ സൈബർ ഇൻഡെക്സ് 2024 ഇന്ത്യാസ് പൊസിഷൻ 10th സൈബർ ഇൻഡെക്സ് 2024 ഇന്ത്യാസ് പൊസിഷൻ 10ാം സ്ഥാനമാണ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഇൻകം ടാക്സ് ഫോർ മോർ ദാൻ 15 lakh ഇൻകം പെർ ഇയർ ഇൻ ഇന്ത്യ 30%. 15 ലക്ഷത്തിൽ കൂടുതൽ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ എത്ര ശതമാനം ടാക്സ്? ഇൻകം ടാക്സ് 30%. ടാക്സ് ഒക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ. ഇനി റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ വേൾഡ് എക്കണോമി 2024-25 ഫിഫ്ത്ത് റാങ്ക് ആണ്. 2024 ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് എക്കണോമിയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 5ാം പൊസിഷനാണ്. നെക്സ്റ്റ് വൺ, ദ ബുക്ക് ടൈറ്റിൽ സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് ഈസ് റിട്ടൺ ബൈ ഹൂം? നമ്മളുടെ
ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിൽ ഗേറ്റ്സ് ആണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇനി സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഡോക്ടർ BR അംബേദ്കറിന്റെ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് വിജയവാഡ, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫീച്ചർ, ലോകത്തെ എത്രാമത്തെ വലിയ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഇത് എന്നാണ് ഇനാഗുറേറ്റ് ചെയ്തത്, ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നോക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് COP29 ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ്? അസർബൈജാൻ. അപ്പോൾ ഇന്റർനാഷണൽ സമ്മിറ്റ്സ് ആൻഡ് കോൺഫറൻസസ് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ COP29 ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസിന്റെ ഇത്തവണത്തെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത് അസർബൈജാൻ. നിങ്ങൾ അതുപോലെ തന്നെ G20 സമ്മിറ്റ്, ബ്രിക്സ് സമ്മിറ്റ്, അതുപോലെ ആസിയാൻ സമ്മിറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ ഇത്തവണ, അതായത് ഈ ഏറ്റവും ഫൈനലായിട്ട് നടന്നത് എവിടെയാണെന്ന് മസ്റ്റായിട്ട് പഠിക്കണം. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് COP29 ആണെങ്കിൽ G20 പഠിക്കണം, ബ്രിക്സ് പഠിക്കണം, ആസിയാൻ പഠിക്കണം. അങ്ങനെയുള്ള ഉച്ചകോടികൾ, അതിൻ്റെ വെന്യൂസ്, വേദികൾ, ചിലപ്പോൾ അതിൻ്റെ തീം ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് പഠിക്കണം. നെക്സ്റ്റ് വൺ, who was appointed as new Secretary General of United Nations 2024? അന്റോണിയ ഗുട്ടറേസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, who has been the chairman of നീതി ആയോഗ് in 2024? നീതി ആയോഗ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നരേന്ദ്രമോദിയാണ് 2024 നീതി ആയോഗിന്റെ ചെയർമാൻ. ഈ പ്രധാനമന്ത്രി പല പല യോജനകൾ, സ്കീമുകളൊക്കെ വരാറുണ്ട്, അതൊക്കെ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് പുതിയ വരുന്ന പ്രോഗ്രാംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കാണാറുണ്ട്. നെക്സ്റ്റ് വൺ, who has become the first batsman in the world to hit 600 sixes in the history of international cricket? രോഹിത് ശർമ്മയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്പോർട്സ് ആൻഡ് അവാർഡ്സ്, ഈവൻസ് ഒക്കെ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ്. RBI has increased the limit of tax payment through UPI from 1 lakh rupees to how much per transaction? ഒറ്റ UPI ട്രാൻസാക്ഷനിൽ 1 lakh ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയായിട്ടാണ് മാറ്റിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 5 lakh ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് നോക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. AI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടുണ്ട്. 2 കൊല്ലമായിട്ട് AI റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സയൻസ് ആൻഡ് ടെക്നോളജി പറയുമ്പോൾ ഇന്ത്യയുടെ സ്പേസ് മിഷൻസിനെ പറ്റിയും റോക്കറ്റ്സ്, സാറ്റലൈറ്റ്സ്, ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ചന്ദ്രയാൻ പല മിഷൻസിനെ പറ്റിയും, ആദിത്യ L1 മിഷനെ പറ്റിയും, ഗഗൻയാൻ, ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കണം. ചില AI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് ഗവൺമെന്റ് ഫണ്ടഡ് മൾട്ടി മോഡൽ AI ഇനിഷ്യേറ്റീവ് ഭാരത് ജൻ. India's second nuclear power ballistic missile submarine INS Arichat. India's second nuclear power ballistic missile ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൂടെ നിങ്ങൾ ഫസ്റ്റ് കൂടി നോക്കണം. Then India's second private rocket അഗ്നിബാൻ ആണ്. അത് വികസിപ്പിച്ചത് തമിഴ്നാടാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് കൂടി നോക്കി പോകണം. Then വേൾഡ്സ് ഫസ്റ്റ് AI സമ്മിറ്റ് ബ്രിട്ടനിലാണ് നടത്തപ്പെട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് AI സിറ്റി ലക്നൗ ആണ്. ഇതേ സമയം നിങ്ങൾ ഇന്ത്യസ് ലാർജസ്റ്റ് AI സിറ്റി ഏതാണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചാറ്റ് ബോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ അപ്ഡേറ്റ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ചാറ്റ് ബോട്ടിന് അല്ലെങ്കിൽ ചാറ്റ് GPI അതിന് വന്നിട്ടുള്ള ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ചാറ്റ് GPT ഒക്കെ പകരം ചില കമ്പനികൾ, ചില രാജ്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ചില സബ്സ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. What is the name of AI model developed by Google in 2024? Gemini ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Which tech giant unveiled an AI powered chatbot in 2024? Meta ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then India's first AI film Aira ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാറ്റ് GPT ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തവണ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചാറ്റ് GPTയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ചാറ്റ് GPTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റ്
ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളൊക്കെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്രോഗ്രാംസുകളെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. AI റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ChatGPT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ റാപ്പിഡ് സെഷൻ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 4, 5, 6 കൊടുത്തിരിക്കുന്ന ചില ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇനിയുള്ള സെഷനിൽ ഞാൻ ഫിലോസഫി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ICT, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ചില ക്വസ്റ്റ്യൻസ്, എക്സ്പെക്റ്റഡ് ഏരിയാസും അതിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ സൈക്കോളജി കൂടി പഠിച്ചോണം. കാരണം ഈ സെറ്റ് എക്സാമിനോട് അടുപ്പിച്ച് തന്നെയാണ് കേട്ടറ്റിൻ്റെ എക്സാം നടന്നത്. അപ്പോൾ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ കേട്ടറ്റിന് വേണ്ടിയിട്ട് സൈക്കോളജി റിവിഷൻ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതുകൊണ്ടാണ് ഞാനിവിടെ സൈക്കോളജി ഏരിയാസ് പറയാത്ത. സെറ്റിന് സൈക്കോളജിയിൽ നിന്നും 10 മാർക്കിനെങ്കിലും മിനിമം ക്വസ്റ്റ്യൻ വരും. സൈക്കോളജി എന്ന് പറയുമ്പോൾ തിയറി, ഇവാലുവേഷൻ ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 4 മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒന്നാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. എഡ്യൂക്കേഷൻ കമ്മീഷനിൽ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇയർ ചോദിക്കാം, വന്ന ഇയർ ചോദിക്കാം, അതർ നെയിംസ് ചോദിക്കാം, ചെയർമാൻ ആരാണ് ചോദിക്കാം, പിന്നെ മറ്റ് കോൺട്രിബ്യൂഷൻസ് ചോദിക്കാം, ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നിരിക്കുന്നത് ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇയർ മാച്ച് ചെയ്യണം. എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. അത് 1964-66 വന്നിട്ടുള്ളത്. അടുത്ത NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, 1986 ആണ്. അടുത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇത് രാധാകൃഷ്ണ കമ്മീഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. C4 ആണ് റൈറ്റ് ആൻസർ. ഇനി D, നാഷണൽ നോളജ് മിഷൻ. മൻമോഹൻ സിംഗിന്റെ ചെയർമാൻഷിപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു കമ്മീഷൻ 2005 ആക്ച്വലി വന്നത്. 2005 ജൂണിലാണ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 2009. അപ്പോൾ ചിലപ്പോൾ ഇയർ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത ഇയറും ഒഫീഷ്യലി റിപ്പോർട്ട് സമർപ്പിച്ച ഇയറൊക്കെ മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് 1964 കൊടുത്തിരിക്കുന്നത് 64 ഫസ്റ്റിലെ, അത് വന്നത് 66 ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ A2, B3, C4, D1, A2, B3, C4, D1 എന്നുള്ളത് ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് റിപ്പോർട്ട്സ് ഈസ് ടൈറ്റിൽഡ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന ടൈറ്റിലിൽ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഏത് കമ്മിറ്റിയാണെന്നാണ് റൈറ്റ് ആൻസർ. കോത്താരി കമ്മീഷനാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ കോത്താരി കമ്മീഷൻ ഒരു ഫീച്ചറാണ്. അതിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ടൈറ്റിലുണ്ട്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇതിൽ ഓപ്ഷൻസിൽ രാധാകൃഷ്ണ കമ്മീഷൻ കണ്ടു, മുതലിയാർ കമ്മീഷൻ കണ്ടു. ഇതിൻ്റെയൊക്കെ ചില ഫീച്ചേഴ്സ് നമ്മൾക്ക് നോക്കണം. രാധാകൃഷ്ണ കമ്മീഷൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് UGC എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. രാധാകൃഷ്ണ കമ്മീഷന് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഞാൻ പറയുന്നത്. മുതലിയാർ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു മുതലിയാർ കമ്മീഷൻ നൽകിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ്, ഹൈലൈറ്റ്സ്, കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷണൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ICT ആയിട്ടുള്ള കാര്യങ്ങളോട് കൂടി ചേർത്ത് തന്നെ, ഇപ്പം MOOC, Moodle അങ്ങനെയൊക്കെ അതിനോട് കൂടി തന്നെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ലേണിംഗ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകളുള്ള അപ്ഡേഷൻസ് ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്നത് ചില ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ആർ ദ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ ദീക്ഷ, ഓപ്ഷൻ ദീക്ഷ, സ്വയം, പരാഗ്, സ്വയം പ്രഭാസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന സ്വയം പ്രഭാസ് എന്ന് പറയുന്നത് 2017 വന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഒരു
കാസ്റ്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഇനി സ്വയം എന്ന് പറയുമ്പോൾ ഈ സ്വയം ദീക്ഷ ഇതിനൊക്കെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം കേട്ടോ. സ്വയം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നുള്ളതാണ്. ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. AICTE 2016 കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓൺലൈൻ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇനി ദീക്ഷയും ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി പരാഗ് എന്ന് പറയുന്നത് ഇതൊരു അസസ്മെന്റ് സെന്റർ ആണ്. 2023 NEP 2020 പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം വന്നിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രോഗ്രാമാണ്. പരാഗ് എയിംസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബൈ സ്റ്റാൻഡർഡൈസിംഗ് അസസ്മെന്റ്സ് അക്രോസ് ഇൻ ഇന്ത്യ. ഈ പരാഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. പരാഗ് എന്ന് പറയുന്നത് മാത്രം ഒരു അസസ്മെന്റ് പ്രോഗ്രാമും ബാക്കിയുള്ളത് 3 ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫുൾ ഫോം ഇങ്ങനെ പറഞ്ഞു പോവുക ചെയ്തത്. നിങ്ങൾ ദീക്ഷ, സ്വയം, പരാഗിൻ്റെയൊക്കെ ഫുൾ ഫോം മസ്റ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ യൂണിറ്റ് 5ലും 6ലും ഒക്കെ ആയിട്ട് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവാലുവേഷൻ അതിൽ ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, റെമഡിയൽ ടീച്ചിങ്, അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇവാലുവേഷൻ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്, നോം റെഫറൻസ്ഡ്, ഗ്രേഡിങ്, ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇത് തന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് സൈഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റും അത് അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണെന്നുമാണ് ക്വസ്റ്റ്യൻ. പ്ലേസ്മെന്റ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്. ഇതിനൊരു ഓവറോൾ ഐഡിയ പറഞ്ഞുതരാം. പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാനും ഒരാൾക്ക് എത്രമാത്രം നോളജ് ഉണ്ട്, എബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മനസ്സിലാക്കാനാണ് പ്ലേസ്മെന്റ് അസസ്മെന്റ് നൽകുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നൊക്കെ പറയാം. ഡ്യൂറിങ് ദ ക്ലാസ് റൂം പ്രോസസ്സിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഇവാലുവേഷനൊക്കെയാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിൻ്റെ എൻഡ് അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ, ഒരു ഇയറിൻ്റെ എൻഡിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം കൊടുക്കുന്നതാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കാം. പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് പ്രീ ടെസ്റ്റ് ആണ്. ടേക്കിംഗ് എ പ്രീ ടെസ്റ്റ് ബിഫോർ ക്ലാസ് ആണ്. A2 ആണ് വരുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ക്ലാസ് റൂം ആണ് അല്ലേ. അപ്പോൾ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് റൂം ടീച്ചിങ് ആണ് വരുന്നത്. ഡയഗ്നോസ്റ്റിക് ആണെങ്കിൽ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈയിങ് ഇഷ്യൂസ് വിത്ത് എ പർട്ടിക്കുലർ സ്കിൽ. സമ്മേറ്റീവ് അറ്റ് ദ എൻഡിലാണെന്ന് ഞാൻ പറഞ്ഞു. ടേക്കിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് അറ്റ് ദ എൻഡ്. ഇത്ര മാത്രം പഠിച്ചു പോയാൽ പോരാ. ഇവാലുവേഷനിൽ ടോസ് അക്കാഡമിയിലൊക്കെ കോച്ചിങ് എടുക്കുന്നവർക്ക് അറിയാം, ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ക്ലാസ് അതിനകത്ത് ആഡ് ചെയ്ത് തന്നു എന്നല്ലേ. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേഷൻ ഉറപ്പാണ് ക്വസ്റ്റ്യൻ 2 to 4 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്തത് GK പോർഷനിലും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ അല്ലാത്ത യൂണിറ്റ് 4, 5, 6ലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 4, 5, 6ലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾസും പിന്നെ അമെൻമെന്റ്സും ആക്റ്റുകളും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് RTE ആക്ട് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി GK ഭാഗത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിയുമ്പോൾ അതിലെ ആർട്ടിക്കിൾസ് ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കോച്ചിങ് ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി തന്നെ, അത് ക്രാഷ് ബാച്ച് ആണെങ്കിലും റെഗുലർ കോച്ചിങ് ആണെങ്കിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ആർട്ടിക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഞാൻ എടുത്തു പറയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി of parents and guardians was inserted in Article 51A of Constitution of India by which amendment എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 86th amendment ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്റ്റുകൾ പ്രോഗ്രാംസ് ഒക്കെ ചോദിക്കും. അതും ഈ പറഞ്ഞ യൂണിറ്റ് 4-ലും 5-ലൊക്കെ മിക്സപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ചോദിക്കും. എക്സെപ്ഷണൽ ചിൽഡ്രൻ, നമ്മൾ ഇപ്പോൾ സൈക്കോളജി ക്ലാസ്സിലൊക്കെ സ്ഥിരം പറയുന്നതാണ്, ഗിഫ്റ്റഡ്, ക്രിയേറ്റീവ്, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. അവർക്ക് വേണ്ടി വരുന്ന പ്രോഗ്രാംസ് ചോദിക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു നമ്മളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആക്റ്റുകളൊക്കെ തന്നിട്ട് അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ആദ്യം വന്നത് തുടങ്ങി അവസാനം വന്നത് വരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് RPWD ആക്ട്, റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ളതാണ്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളതാണ് RPW ആക്ടിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് 2016-ലാണ് RPWD ആക്ട് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, PWD ആക്റ്റും RPWD ഡിഫറെൻ്റ് ആണ്. PWD ആണെങ്കിൽ 95-ലാണ്, RPWD 2016-ലും. അടുത്ത B, കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ഓൺ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ്. 2001-ൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ആക്ഷൻ പ്ലാനാണ്. അടുത്തത് NT ആക്ട്. NT ആക്ട് എന്ന് പറയുമ്പോഴത്തേനും നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയാൻ പറ്റും. നാഷണൽ ട്രസ്റ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട്, NT ആക്ട് 99-ലാണ് വന്നിട്ടുള്ളത്. ഇത് നാഷണൽ പോളിസി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 2006-ൽ വന്നിട്ടുള്ളതാണ്. RCI ആക്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, RCI ആക്ട് 92-ലുമാണ് വന്നിരിക്കുന്നത്. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പം ആ ഒരു ആദ്യം വന്ന തൊട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ 1992-ൽ വന്ന RCI ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആണ് ആദ്യം വന്നിരിക്കുന്നത്, ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് NT ആക്ട്, C ആണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഏതാണ്? കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ആണ്. അപ്പോൾ B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് NP ഫോർ നാഷണൽ പോളിസി, D ആണ് അതായിട്ട് വന്നിരിക്കുന്നത്. അഞ്ചാമത്തത് RPWD ആക്ട്. അപ്പോൾ ECBDA ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ഫുൾ ഫോം ചോദിക്കാം, ഇയർ ചോദിക്കാം, അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള എക്സെപ്ഷണാലിറ്റീസ്, അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. യൂണിറ്റ് 6 ആണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമുക്കറിയാം, ഒറ്റ റാപ്പിഡ് ഡിവിഷനിലൂടെ നമ്മൾക്ക് ഇതൊന്നും പഠിച്ചെത്താനായിട്ട് പറ്റില്ലെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പെയ്ഡ് കോച്ചിങ്ങിലൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഉള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ടീച്ചർ സ്റ്റുഡൻറ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സൈക്കിള്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതും ചോദിക്കാറുണ്ട്. ഇതൊന്ന് ഈ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അനാലിസിസ് സിസ്റ്റമാണ്. അതായത് ക്ലാസ് റൂമിലെ വെർബൽ ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യുകയും അത് സീക്വൻസുകളായി റെപ്രസെൻറ്റ് ചെയ്യുകയും അതുവഴി ക്ലാസ് റൂം ഇൻട്രാക്ഷൻ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് അനലൈസ് ചെയ്യാനും പറ്റുന്നൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം, FIACS എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇതിൻ്റെ എബ്രിവേഷനും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇത് ഫ്ലാൻഡർ ആണ് ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഹൂ ഡെവലപ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് സിസ്റ്റം ക്വസ്റ്റ്യനിൽ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. FIACSന്റെ ഫുൾ ഫോം ആണ് ഒരു തവണ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ചില വർഷങ്ങളിൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻസും ചോദിച്ചു കാണുന്നുണ്ട്. സെറ്റിന്റെ ജനറൽ പേപ്പറിൽ ചില ടേംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് അക്കൾച്ചറേഷൻ. അതുപോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻകൾച്ചറേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, ഇനേർഷ്യ, സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ കൊഹഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ഇങ്ങനെ ജെൻഡർ റിലേറ്റഡ് ടേംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് അക്കൾച്ചറേഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രസന്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് അക്കൾച്ചറേഷൻ?
Acculturation refers to the process of cultural change that occurs when an individual or group from one culture comes into contact with a different culture. This can result in changes to their cultural practice, values and beliefs. Simple ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് കൾച്ചറുകളിൽപ്പെട്ട ആൾക്കാർ മിക്സപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ ചേഞ്ചിനെയാണ് അക്കൾച്ചറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ദ പ്രോസസ് ഓഫ് ലേണിംഗ് വൺസ് ഓൺ കൾച്ചർ, അതല്ല ആൻസർ വരുന്നത്. അടുത്തത് ദ പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് റിസൾട്ടിങ് ഫ്രം കോണ്ടാക്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ്, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സിയും ഡിയും നോക്കുക. പ്രോസസ് ഓഫ് കൾച്ചറൽ അസിമിലേഷൻ, പ്രോസസ് ഓഫ് കൾച്ചറൽ സെപ്പറേഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം അസിമിലേഷൻ, ഇൻ്റഗ്രേഷൻ, സെപ്പറേഷൻ, മാർജിനലൈസേഷൻ ഇതൊക്കെ അക്കൾച്ചറേഷൻ്റെ ടൈപ്പാണ്. പക്ഷേ ഇത് ഒരെണ്ണം മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് അത് അക്കൾച്ചറേഷൻ, ഇതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതും അക്കൾച്ചറേഷൻ ആണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ ബി ആണ്. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ദാറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഐഡിയ ദാറ്റ് പീപ്പിൾ ത്രൂ ഔട്ട് ദ വേൾഡ് ആർ ഇന്റർകണക്റ്റഡ് ത്രൂ ദ യൂസ് ഓഫ് ന്യൂ മീഡിയ ടെക്നോളജീസ്. പുതിയ മീഡിയ ടെക്നോളജീസ് ഉപയോഗിച്ച് ലോകം മുഴുവൻ ഒറ്റ കുടക്കീഴിൽ വന്നതിനെ സൂചിപ്പിക്കുന്ന ടേമാണ്. ഗ്ലോബൽ വില്ലേജ് ആണ് ആൻസർ വരുന്നത്. ഈ ഗ്ലോബൽ വില്ലേജ്, ക്രിട്ടിക്കൽ പെഡഗോഗി അങ്ങനെയൊക്കെ ചില ടേമുകൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് പ്രപ്പോസ് ചെയ്തത് ആര്, അത് എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ക്രിട്ടിക്കൽ പെഡഗോഗി പൗലോ ഫ്രെയറിന്റെ ആണ്. അതെന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് പഠിക്കുമ്പോൾ സിലബസിൽ NEP 2020 പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം സിലബസ് 2016 വന്ന സിലബസ് ആണ്. അതിനുശേഷമാണ് NEP 2020 വന്നത്. പക്ഷേ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് NEP 2020. അതിൻ്റെ എയിം, അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അണ്ടർ NEP 2020, 5+3+3+4 പാറ്റേൺ. അതിൽ 5 എന്താണ്, 3 എന്താണ്, നെക്സ്റ്റ് 3 എന്താണ്, 4 എന്താണ്, ഓരോന്ന് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ എംഫസൈസ് ഓൺ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ അണ്ടർ NEP, പ്രൊമോട്ടിംഗ് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പരാക്ക്, അത് NEP-യുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടു, അതിനെ പറ്റി ചോദിക്കാറുണ്ട്. അങ്ങനെ NEP വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദ പ്രപ്പോസ്ഡ് അപ്രോച്ച് ടു ടീച്ചർ എഡ്യൂക്കേഷൻ അണ്ടർ NEP, മോർ കോംപ്രഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് എന്നാണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. NEP 2020 മെയിൻലി ഫോക്കസ് ഓൺ ഡാഷ്, മേക്കിംഗ് ഇന്ത്യ എ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ എന്നുള്ളതാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ NEP-യുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ പോകാവുന്ന ഒരു കാര്യമാണ് NEP 2020 എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭാഗങ്ങൾ മെയിനായിട്ട് യൂണിറ്റ് 5-ലൊക്കെയാണ് വരുന്നത്. അതിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്, ഫാമിലി ഓഫ് ടീച്ചിങ് മോഡൽസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരാറുണ്ട്. ദ ഫാമിലി ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽസ് ആർ, അതായത് ഫാമിലി ഓഫ് മോഡൽസിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലിയിൽ പെടുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലും സോഷ്യൽ ഇൻക്വയറി മോഡലുമാണ്. അതായത് ഫാമിലി ഓഫ് മോഡൽസിൽ പല ഫാമിലീസ് ഉണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഉണ്ട്, പേഴ്സണൽ ഫാമിലി ഉണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലി ഉണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഉണ്ട്. അതിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലും സോഷ്യൽ ഇൻക്വയറി മോഡലും സോഷ്യൽ ഇൻട്രാക്ഷൻ ഫാമിലിയിൽ പെടുന്നതാണ്. ഈ ആദ്യം കൊടുത്തിട്ടുള്ള നോൺ ഡയറക്റ്റീവ് മോഡലൊക്കെ പേഴ്സണൽ ഫാമിലിയിൽ പെടുന്നതാണ്. നോൺ ഡയറക്റ്റീവ് ടീച്ചിങ്, ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽസ് ഒക്കെ പേഴ്സണൽ ഫാമിലിയിൽ വരുന്നതാണ്. ഇൻഡക്റ്റീവ് തിങ്കിങ്, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ ഒക്കെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ്. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലെ
കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഫാമിലി ആകുമ്പോൾ സെൽഫ് കൺട്രോൾ, സ്ട്രെസ് റിഡക്ഷൻ, ഡയറക്റ്റ് ട്രെയിനിങ് മോഡലൊക്കെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഫാമിലീസ് ഓഫ് മോഡൽസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ആ ടൈറ്റിലും അതിൻ്റെ പേരുകളും മാത്രം പറഞ്ഞേ ഉള്ളൂ. ഫാമിലി ഓഫ് ടീച്ചിങ് മോഡൽസ് 4 തരത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ, പേഴ്സണൽ ഡെവലപ്മെന്റ് മോഡൽ, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ മോഡൽ. അതിൽ വരുന്ന സബ് ഫാമിലീസ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതൊരു ചെറിയ ക്ലാസ്സിൽ എടുത്തു തരാൻ പറ്റുന്ന ഭാഗമല്ല, ഒക്കെ പെയ്ഡ് കോച്ചിങ്ങിലേ വരുന്നുള്ളൂ. നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷനിൽ അത് പഠിക്കുക, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അടുത്തത് മെഷറിംഗ് ടെക്നിക്സ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഇന്റലിജൻസ് മെഷർ ചെയ്യാനുള്ള ടെക്നിക്സ്, ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള ടെക്നിക്സ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി മെഷർമെന്റ്, അങ്ങനെയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ ഡീറ്റെയിൽഡ് സെഷനാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി മെഷർമെന്റ് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിക്കർട്ട് സ്കെയിലാണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. ലിക്കർട്ട് സ്കെയിൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ലിക്കർട്ട് സ്കെയിൽ, തേഴ്സ്റ്റോൺ സ്കെയിൽ, ഫോഴ്സ്ഡ് ചോയ്സ് ഫോർമുല ഒക്കെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വെർബൽ റീസണിങ്, ന്യൂമറിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഇന്റലിജൻസ് ടെസ്റ്റ് നിങ്ങൾ സൈക്കോളജിയിലൊക്കെ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടാവും. ബിനെറ്റ് സൈമൺ സ്കെയിൽ, WAIS, വെസ്റ്റ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ, അതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ WAIS ഇൻ ഇന്റലിജൻസിന്റെ അബ്രിവേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെസ്റ്റ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ, അതുപോലെ തന്നെ രാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമുക്ക് ഇൻവെന്ററീസ് ഒക്കെ മെയിനായിട്ട് വരുന്ന പേഴ്സണാലിറ്റി മെഷർമെന്റിലാണ്. ഇൻവെന്ററീസ്, അതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇപ്പോൾ ടാറ്റ്, ക്യാറ്റ്, പിക്ചർ ഇൻഡെക്സ്, ഇതൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി മെഷർമെന്റ് ടെക്നിക്സ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ഇതിൻ്റെയൊക്കെ മെഷർമെന്റ് ടെക്നിക്സ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നിങ്ങൾ മെഷറിംഗ് ടെക്നിക്സ് ഉറപ്പായിട്ടും പേര് പഠിച്ചിരിക്കണം. അടുത്തത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി നമുക്ക് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയും ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫിയും പഠിക്കാനുണ്ട്. എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ഒക്കെയാണ് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. സൈക്കോളജിയുടെ ബ്രാഞ്ചുകളാണ് പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജിയിൽ തന്നിരിക്കുന്നതിൽ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പീരിമെന്റൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, ഇതൊക്കെ പ്യുവർ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജിക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് നെയിം ഹാരി ഹോൺബി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആര്? അതുപോലെ സ്പൈറൽ കരിക്കുലം പ്രപ്പോസ് ചെയ്ത ആര്? കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പ്രപ്പോസ് ചെയ്തത് ആര്? നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്തവർ. അങ്ങനെ ടേംസ്, ഫിലോസഫി, സൈക്കോളജി റിലേറ്റഡ് ടേംസ് പ്രപ്പോസ് ചെയ്തവരെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കുറേയൊക്കെ നമുക്ക് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. കുറേ നമ്മൾ BEd ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് അപ്രോച്ച് ആണ്. അതിൻ്റെ 4 pillars ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലിപ്പ് ക്ലാസ് റൂമിൻ്റെ 4 pillars, യുനെസ്കോയുടെ 4 pillars, ഇങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലിപ്പ് ക്ലാസ് റൂമിൻ്റെ 4 pillars എന്ന് പറയുന്നത് F ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ്, L ലേണിംഗ് കൾച്ചർ ഷിഫ്റ്റ്, I ഇന്റൻഷണൽ കണ്ടന്റ് ആൻഡ് P പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ്. F, L, I, P ഈ ഓരോ ലെറ്റേഴ്സും ഓരോ പില്ലേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ്, ലേണിംഗ് കൾച്ചറൽ ഷിഫ്റ്റ്, ഇന്റൻഷണൽ കണ്ടന്റ് ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേറ്റർ. ഇതാണ് 4 pillars ഓഫ് ഫ്ലിപ്പ് ക്ലാസ് എന്ന് പറയുന്നത്. സ്കൂൾസ് ഓഫ് ഫിലോസഫി ഇൻ ദ വെസ്റ്റ്, അതായത് ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, ഇതിൽ നിന്നും
സ്കൂൾസ് ഓഫ് ഫിലോസഫി ഇൻ ദ ഈസ്റ്റ്, അതിലെ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒക്കെ എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ രണ്ട് ഭാഗത്തിൽ നിന്നുമുള്ള ഒന്ന് രണ്ട് മോഡൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. The educational philosophy which supports the concept values are absolute and unchanging. വാല്യൂസിനെ അബ്സല്യൂട്ട് ആയിട്ടും അൺചേഞ്ചിങ് അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ടും കാണുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കൂടുതൽ മോറൽ സ്പിരിച്വൽ ഡെവലപ്മെന്റിനെ എംഫസൈസ് ചെയ്യുന്ന, വാല്യൂസിനെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ട് കാണുന്ന ഐഡിയലിസം ആണ് ഇതിന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഓരോ ഇസത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറലിസം ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഐഡിയലിസം ഓൾറെഡി പറഞ്ഞു. നാച്ചുറലിസം ഇറ്റ് ഫോക്കസസ് ഓൺ നേച്ചർ. നാച്ചുറലിസം സ്റ്റഡി ഓഫ് നേച്ചർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് റിജക്ട് സൂപ്പർ നാച്ചുറൽ എൻറ്റൈറ്റീസ് എന്ന് പറയാനായിട്ട് പറ്റും. റിയലിസം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫോക്കസസ് ഓൺ റിയാലിറ്റി, അതായത് സ്റ്റഡി ഓഫ് റിയാലിറ്റി ആൻഡ് ദ ഫിസിക്കൽ വേൾഡ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി പ്രാഗ്മാറ്റിസം ആണെങ്കിൽ ഇറ്റ് ഫോക്കസസ് ഓൺ പ്രാക്ടിക്കാലിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ പ്രൊപ്പണൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഉറപ്പായിട്ടും പഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഹൈലൈറ്റ് ഫീച്ചർ എടുത്ത് ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി സ്കൂൾസ് ഓഫ് ഫിലോസഫി ഇൻ ദ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി, 6 ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒക്കെ ഉറപ്പായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ദ ഫിലോസഫിക്കൽ തോട്ട് വിച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് all objects in the physical universe are reducible to an finite number of atoms. ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ വൈശേഷികയെ ആറ്റോമിസ്റ്റിക് സ്കൂൾ എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. The philosophical thought which postulates that all objects in the physical universe are reducible to a finite number of atoms എന്ന് പറയുന്നത് വൈശേഷികയാണ്. വൈശേഷിക സ്കൂൾ ആറ്റോമിസ്റ്റിക് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ന്യായ, സാംഖ്യ, വേദാന്ത ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോഡ്സ് ചോദിക്കും. അതുപോലെ തന്നെ എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ വെസ്റ്റേൺ തിങ്കേഴ്സ് ഉണ്ട്, ഇന്ത്യൻ തിങ്കേഴ്സ് ഉണ്ട്. റൂസോ, മോണ്ടസോറി, പൗലോ ഫ്രെയർ, ജോൺ ഡൂയി, ഫ്രോബൽ, വിവേകാനന്ദ, ടാഗോർ, ഗാന്ധിജി, രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവരൊക്കെ ഇവരുടെ കോഡ്സ്, കോൺട്രിബ്യൂഷൻസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കോഡ്സ്, ബുക്കുകൾ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ടീച്ചേഴ്സ് ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഇൻ ദ കൺട്രി, ഇത് ആരുടെ വേർഡ് ആണെന്നാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയാണ് ഈ ഒരു കോട്ട് വരുന്നത്. ഇതുപോലെ കോട്ട് തന്നിട്ട് ഇത് ആര് പറഞ്ഞു എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ ഇന്നത് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ഇപ്പം നായിത്തലിൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്, കിൻഡർ ഗാർഡൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസ്റ്റിന്റെ പ്രധാന വക്താവ് ആര്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ ആണ് ICT. ICT എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡിലൊക്കെ കണ്ട ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ ലേണിംഗ് പ്രോഗ്രാംസ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അതൊക്കെ ചോദിക്കും. അതുകൂടാണ്ട് നമുക്ക് കമ്പ്യൂട്ടർ, ചിലപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റി ചോദിക്കാം. ചിലപ്പം ഷോർട്ട് ഫോംസും അതിൻ്റെ അബ്രിവേഷൻ, ഇപ്പോൾ HTTP, HTML, URL, PDF, ATM അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കലായിട്ടുള്ള ചില ചുരുക്കരൂപങ്ങളും അതിൻ്റെ പൂർണ്ണരൂപവും ഒക്കെ ചോദിക്കാം. ഇവിടെ HTTPയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ PDF ചോദിക്കാം, HTML ചോദിക്കാം, URL ചോദിക്കാം. അപ്പം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിക്കണം. അതുപോലെ തന്നെ കീബോർഡ് ഷോർട്ട് കട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ .jpg, അങ്ങനെ ഉള്ള ഫയൽസിൻ്റെ ഓരോ ഫയലുകൾ എന്തിനെ സൂചിപ്പിക്കും, വീഡിയോ ആണോ ഓഡിയോ ആണോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൂപ്പർ കമ്പ്യൂട്ടിങ്, ക്ലൗഡ് സ്റ്റോറേജ്, ഗ്രീൻ കമ്പ്യൂട്ടിങ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് അത് ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഡെഫിനിഷൻ തരാം, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ തരാൻ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ദ പ്രോസസ്സിംഗ് ഓഫ് മാസീവ്ലി കോംപ്ലക്സ് ഓർ ഡേറ്റ laden problems using the concentrated compute resources of multiple computer systems working in parallel is known as supercomputing. അതുപോലെ തന്നെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് IT ആക്ട് ICT ആക്ടിനെ പറ്റി. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഈസ് ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് നോട്ടിഫൈഡ് ഓൺ 17 November 2000. IT ആക്ട് എന്ന് വന്നു. IT ലോസിനെ പറ്റിയും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫൈനലി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 3 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിക്കാം, റിസർച്ച് സ്റ്റെപ്സ് ചോദിക്കാം, ഹൈപ്പോത്തിസിസിനെ പറ്റി ചോദിക്കാം, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ്. ആക്ഷൻ റിസർച്ചിനെ പറ്റി ചോദിക്കാം. ഇപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്, നോൺ എക്സ്പെരിമെൻ്റൽ, എക്സ്പ്ലനേറ്ററി റിസർച്ചുകൾ, ആക്ഷൻ റിസർച്ച്, കേസ് സ്റ്റഡി റിസർച്ച്, ഹിസ്റ്ററിക്കൽ റിസർച്ച്, സർവേ റിസർച്ച്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇനി അതിൽ തന്നെ ആക്ഷൻ റിസർച്ചിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ആര് പ്രപ്പോസ് ചെയ്തു, അതിൻ്റെ സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാനുണ്ട്. പിന്നെ റിസർച്ച് പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ APA സ്റ്റൈൽ ഫോർമാറ്റിനെ പറ്റി പഠിക്കാനുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ പറ്റി പഠിക്കാനുണ്ട്, പ്ലാഗ്യറിസം പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ. ഇതെല്ലാം ഉൾപ്പെടെ 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. റിസർച്ചുമായി ബന്ധപ്പെട്ടൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്, ക്രോസ് സെക്ഷണൽ റിസർച്ച്, അതുപോലെ തന്നെ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിളാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആയിട്ടുള്ള എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഈവൻസിനെ നോക്കിക്കണ്ട് വിലയിരുത്തി നടത്തുന്ന റിസർച്ചാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ റിസർച്ച് സ്റ്റെപ്പുകൾ ഒക്കെ ചോദിക്കാറുണ്ട്. കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ റിസർച്ച് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ റിസർച്ച് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. യൂണിറ്റ് 6 റിസർച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് കിടക്കുന്നത്. ഇനി അടുത്തത് പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എക്സാമ്പിൾ RMS, RUS, SSA, DPEP ഒക്കെ. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് വന്ന വർഷം, ഫുൾ ഫോം, ഇതാര് പ്രൊപ്പോസ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ദ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ പബ്ലിക് ത്രൂ ഔട്ട് ഇന്ത്യ. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് MHRD, ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നേരത്തെ അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, കൊണ്ടുവന്ന പ്രോഗ്രാം സ്കീമാണ് RMS ആണ് റൈറ്റ് ആൻസർ. RMSയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം, വന്ന ഇയർ പഠിക്കണം. അതുപോലെ തന്നെ RUS ഫുൾ ഫോം ഇയർ പഠിക്കണം. SSA, DPEP ഇതിൻ്റെ ഇയർ ഫുൾ ഫോം പഠിക്കണം. ഈ SSA ഒക്കെ കുറേ അധികം SSA പ്രപ്പോസ് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ട്, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ ഒന്നും പഠിക്കാത്തവർക്ക് പോലും ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പം ഇതിൽ വന്ന ഓപ്ഷനെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ഷുവറായിട്ടും എഴുതാൻ പറ്റും. കാരണം ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും ആ ഓപ്ഷനിൽ തന്നേക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഫിലോസഫി, സൈക്കോളജി ഒക്കെ എടുത്ത് വെച്ചൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സിലബസിലെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു റാപ്പിഡ് റിവിഷൻ സെഷൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ലാസ്റ്റ് ഡേ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം പഠിച്ചിട്ട് എക്സാം ഹാളിൽ കയറുക. ഇനി ആർക്കെങ്കിലും ഇത്തവണ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ടോസ് അക്കാഡമിയിലേക്ക് വരിക. നമുക്ക് HSSTക്ക് മുമ്പ് സെറ്റ് പാസ്സാകാം.